ഹായ് ഓൾ, എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാനൊരു വോയിസ് കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളെ ഞാൻ കൂടുതലും എന്തെങ്കിലും സിനിമ ഡയലോഗുള്ള കപ്പിൾസ് വീഡിയോ ആണ് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പുറത്ത് പോകുക അല്ലെങ്കിൽ ഒത്തിരി കറങ്ങി നടക്കുന്ന ടൈപ്പല്ല, കൂടുതലും വീട്ടിലിരിക്കാൻ ഇഷ്ടം. അപ്പം കുക്കിംഗ് ചെയ്യും, എന്തെങ്കിലും ടി വി കാണും, കൂടുതൽ സമയം അങ്ങനെയായിട്ട് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് വിചാരിച്ചു, ഇന്ന് സൺഡേ ആണ്, ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ്. ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇത് മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും. ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ്. അപ്പം അന്ന് മോർണിംഗ് എല്ലാ സൺഡേയും ഞാൻ കൂടുതലും അപ്പം ചിക്കൻ കറിയാണ് ഉണ്ടാക്കുക. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. പക്ഷേ എപ്പോഴും ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കണേ എന്നൊരു പരാതി കേട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ചിക്കൻ കറിയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത് കൂടെ ഉണ്ട്. പത്തിരിയും ചിക്കൻ കറിയാണ് ഇതാണ്. എപ്പോഴും അപ്പം ഒന്ന് മാറ്റി പിടിച്ചു, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും ഞാൻ ഇതുവരെ പത്തിരി ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഇന്നൊന്ന് പത്തിരി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പം ഒരു മെയ് തൊട്ടാണ് ഞാനിതിൽ യൂഷ്വലി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ല. അതെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളൊരു സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണം. വീഡിയോ കൊള്ളത്തില്ലെന്നാണോ അല്ലെങ്കിൽ കണ്ടൻറ്റ് പോരാ അതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ അത് സബ്സ്ക്രൈബറായിട്ട് മാറുന്നില്ല? നിങ്ങളുടെ വീഡിയോ ആണ് അപ്പോൾ താല്പര്യം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാനോ ഷെയർ ചെയ്യാനോ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അതെ, എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്നെ വീഡിയോ കാണാൻ ആളുണ്ട് എന്നൊരു തോട്ട് നമുക്ക് വരണ്ടേ. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും എനിക്ക് എത്ര വ്യൂസ് കിട്ടിയാലും, ഒത്തിരി വ്യൂസ് ഒന്നും കിട്ടാറില്ല എങ്കിലും ആസ് എ ഞാൻ എടുക്കാനുള്ള ഒരു പരിപാടിയാണ്. ഞാനത് റെസിപ്പി ആയിട്ട് ചെയ്യുന്നത്. കാരണം ചിക്കൻ കറി ഉണ്ടാക്കി എല്ലാവർക്കും അറിയാം, ഇത് വലിയ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഒന്നുമില്ല. നോർമലി നമ്മുടെ കുറച്ച് വെജിറ്റബിൾസും ചിക്കനും മസാലയും നോർമലി തന്നെ എപ്പോഴും ഞാനിവിടെ ഉണ്ടാക്കണേ. വെറൈറ്റി ആയിട്ട് അങ്ങനെ ട്രൈ ചെയ്യാറില്ല. ഇനി എപ്പോഴെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം എല്ലാവരും മറക്കാതെ തന്നെ വീഡിയോ കാണുമ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ഇപ്പോഴും അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. ഗോൾഡൻ ഗ്ലിംസ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ കപ്പിൾ വീഡിയോസ്, അത് ഫണ്ണായിട്ടുള്ള മൂവി ഡയലോഗ്സ്, നമ്മൾ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ കപ്പിൾ വീഡിയോസാണ് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കുക്കിംഗ് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റുന്നില്ലേ, ഇതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പം തൊട്ട് താഴെ തന്നെ സബ്സ്ക്രൈബർ ബട്ടൺ ഉണ്ടാകും. എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കാം. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ ഫേസ്ബുക്കിലും വീഡിയോ ഷെയർ ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഗോൾഡൻ ഗ്ലിംസ് തന്നെയാണ് പേര്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും സെയിം നെയിമാണ്, ഗോൾഡൻ ഗ്ലിംസ്. സോ നിങ്ങൾക്ക് സെയിം ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾവേസ് എൻ്റെ ഇൻസ്റ്റാ ആൻഡ് യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാം ചെക്ക് ചെയ്യാം. സോ എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ചിക്കൻ കറീൻ്റെ ഏകദേശ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് അതൊന്ന് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളത്, ഒത്തിരി വാട്ടറി ആയിട്ടെല്ലാം ഉണ്ടാക്കുന്നത്, കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നാണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ഫൈനലി കാണിക്കാവേ. നെക്സ്റ്റ് ഒരു പാട്ടും കൂടെ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാലാസ് ലാസ്റ്റ് ഞാൻ മസാലയല്ല, കുരുമുളക് പൊടി ഇല്ലേ, പെപ്പറൊന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. കുറച്ചുകൂടി ഒന്ന് പെപ്പറിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് ഞാൻ ആ സ്റ്റൗവിൽ നിന്ന് നെക്സ്റ്റ് ബർണറിൽ അതിലേക്ക് വെക്കും. അപ്പം ബാക്കി അതിലേക്ക് വെക്കുകയാണെങ്കിൽ എനിക്കിവിടെ പത്തിരി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് അതങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ബാക്കിയൊക്കെ ചെയ്യാൻ പോവാം.